വെൽക്കം ടു വിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് വാക്കുകളെ കുറിച്ചാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും പല രീതിയിലും ആ വാക്കുകൾ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ആ രണ്ട് വാക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ച, പക്ക. കച്ച, പക്ക. എന്താണ് ഈ കച്ച, എന്താണ് ഈ പക്ക, എവിടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. കച്ച എന്ന് പറയുന്നത് എന്താ പറയാ, പച്ച എന്നുള്ള അർത്ഥത്തിലാണ്. മീൻസ് രണ്ടർത്ഥം വരുന്നുണ്ട്. ഒന്ന്, നമ്മളിപ്പോ പഴുക്കാത്ത മാങ്ങ, അതിനെന്താ പറയണേ? കച്ച മാംഗോ അല്ലേ? സോറി, കച്ച ആം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പഴുത്ത മാങ്ങ, പക്കാ ഹുവ മാംഗോ, പക്കാ ഹുവ ആം. അതല്ലെന്നുണ്ടെങ്കിൽ പക്ക ആം. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിനൊരർത്ഥം വരുന്നത്. എന്തൊക്കെയാണ്? കച്ച, പച്ച എന്നുള്ള അർത്ഥവും അതുപോലെ തന്നെ പഴുത്തത് എന്നുള്ള അർത്ഥവും. മനസ്സിലായോ? അതുപോലെ തന്നെ പപ്പിത്ത, പപ്പിത്ത അത് കച്ചയാണെങ്കിൽ പച്ച പപ്പിത്തനെ നമ്മൾ കച്ച പപ്പിത്ത എന്ന് പറയും. പഴുത്തതാണെങ്കിൽ പക്ക ഹുവ അല്ലെങ്കിൽ പക്ക പപ്പിത്ത എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കച്ച കേല, പക്ക കേല. മനസ്സിലായോ? കച്ച കേല എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ, കേലയാണ്. ഓക്കെ, പച്ചക്കായ. അതുപോലെ പക്ക ഹുവയാവുമ്പോൾ പഴുത്തതാണ് കേട്ടോ, പഴത്തിനെയാണ് കേല, പക്ക കേല. മനസ്സിലാവുന്നുണ്ടോ? കച്ച, പക്ക. ഇനിയിപ്പോ നമ്മൾ പറയാണ് മാങ്ങ പഴുത്തു, മാങ്ങ പഴുത്തു. അതെങ്ങനെയാ പറയാ? ആം പഗ്ഗയ, പഗ്ഗയ. മനസ്സിലായോ? അപ്പൊ മാങ്ങ പഴുത്തു എന്നുള്ളടത്ത് വന്നതാണ് ആം പഗ്ഗയ. ഓക്കെ, ശരി. ഇനി നമ്മൾ ഈ കച്ച എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോ എന്താ പറയുന്നേ, പച്ചപ്പാല്, കച്ച ദൂത്. മനസ്സിലായോ? നമ്മൾ തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ, കച്ച ദൂത് എന്നാ പറയാം. അതുപോലെ തന്നെ അരി, കച്ച ചാവൽ, പച്ചരി. മനസ്സിലായോ? കച്ച ചാവൽ എന്നാ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ കച്ച യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോ ഈ പക്ക എന്നുള്ളത് ഒരു വാക്കാണ്. പക്കാന നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഖാന, പക്കാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പൊ അവിടെ നമുക്ക് ഈ പക്ക എന്നൊരു വാക്ക് കേൾക്കാം. പഴുക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പക്കാന എന്നാ പറയാം. മനസ്സിലായോ? ഇനി ഇതുകൂടാതെ നമ്മൾ പക്ക കേൾക്കുന്ന വേറെ സ്ഥലമുണ്ട്, വേറെ രീതിയുണ്ട്. പക്ക മക്കാൻ, പക്ക മക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക മക്കാനാണ്, സ്ട്രോങ് ആയ വീട്. അതിനെയാണ് പക്ക മക്കാൻ എന്ന് പറയാം. ഇനി പറയും പക്ക സബൂത്ത്. പക്ക സബൂത്ത് എന്ന് പറയാ, സബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫാണ്, തെളിവ്. ഇതിന് അവനത് ചെയ്തതിന്റെ പക്ക സബൂത്ത് എൻ്റെ കയ്യിലുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ക സബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കൃത്യമായ തെളിവ്, ശരിയായ തെളിവ്, അതാണ്. അപ്പൊ അവിടെയും നമ്മൾ ആ പക്കയാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി പറയാണ് അവര് പക്ക ദോസ്താണ്. പക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, യഥാർത്ഥ സുഹൃത്ത്. മനസ്സിലായോ? അതാണ് അതിനർത്ഥം വരുന്നത്, പക്ക. അപ്പൊ അവിടെയും നമ്മൾ യൂസ് ചെയ്ത വാക്കാണ് പക്ക. അപ്പൊ പക്ക നമ്മൾ എവിടെയൊക്കെ കണ്ടു അല്ലെ? പഴുത്തത് എന്നുള്ള അർത്ഥത്തിൽ വന്നു. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊരു പക്ക വന്നു അല്ലെ, പക്കാന. ഇനി എന്താണ് നമ്മളിങ്ങനെ പറയുന്ന പെർഫെക്റ്റ് എന്നുള്ള ഒരു അർത്ഥത്തിലും പക്ക വന്നു അല്ലെ? ശരി. ഇനി നമ്മൾ പറയാണ് ഒരു വഴിയാണ്, വഴി, രാസ്ത. ഓക്കെ, ആ രാസ്തയിൽ നമ്മൾ എന്താ പറയാ, പൊട്ടിപ്പൊളിഞ്ഞത്. മീൻസ് പണി കഴിയാത്ത അല്ലെങ്കിൽ മോശമായ റോഡ്, മോശമായ വഴി. മോശമായ വഴിന് നമ്മൾ പറയുന്നത് കച്ച രാസ്ത ആണ്. അവിടെ നമ്മൾ പച്ച എന്നുള്ള അർത്ഥമല്ല വരുന്നത്, കച്ച രാസ്ത, മോശമായ വഴി. മനസ്സിലായോ? അതുപോലെ തന്നെ നല്ല വഴിയാണെങ്കിൽ പക്ക രാസ്ത, പക്ക രാസ്ത, മോശമായ വഴി, നല്ല വഴി. ഇനി റോഡാണെങ്കിൽ, റോഡ് ഇപ്പൊ നമ്മൾ വഴി എന്നുള്ള ഒരു വേർഡാണ് യൂസ് ചെയ്തത്, രാസ്ത. റോഡിന് എന്താ പറയാ, സഡ്ക്ക് എന്നാണ്, സഡ്ക്ക്, റോഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് കച്ചി സഡ്ക്ക്. ഇവിടെ നമ്മൾ കച്ച എന്നതിന് പകരം കച്ചി എന്ന് പറഞ്ഞത് എന്താ പറയാ, രാസ്ത എന്നുള്ള വേർഡ് പുല്ലിംഗവും സഡ്ക്ക് എന്നുള്ള വേർഡ് സ്ത്രീലിംഗവുമായതുകൊണ്ടാണ്. പലരും അത് കച്ച സഡ്ക്ക് എന്നൊക്കെ പറഞ്ഞു പോവും. അത് നമ്മുടെ അറിവില്ലായ്മയാണ് കേട്ടോ. അത് കുഴപ്പമില്ല, സംസാരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിഞ്ഞാൽ മതി. മനസ്സിലായോ? എല്ലാത്തിന്റെ സ്ത്രീലിംഗോ പുല്ലിംഗോ അറിയാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ റിമൈൻഡ് ചെയ്യാറുണ്ട്. അത് ആദ്യം സ്പോക്കൺ ഹിന്ദി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം
കുറേ നാളുകളിലൂടെ നമുക്കത് എന്താ പറയുക ക്ലിയർ ചെയ്ത് വരാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, പരാസ്ത പുല്ലിംഗാണ്, സടുക്ക് സ്ത്രീലിംഗാണ് എന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ നല്ല ടൈം എടുക്കും. സോ അതാണ് കച്ചി സടുക്ക്. അപ്പോൾ നമ്മൾ നല്ല നല്ല റോഡ് എന്നിങ്ങനെ പറയാം, പക്കി സടുക്ക്. മനസ്സിലായോ? പക്കി സടുക്ക്. അപ്പൊ ഇതാണ്. ഇനി നമ്മളൊരു പക്ക പറയും എവിടെയാണെന്നറിയാം? നീ നാളെ എന്തായാലും തീർച്ചയായിട്ടും വരണം. എങ്ങനെയാ പറയാ? ആക്കൽ പക്ക ആനാഹെ. പക്ക, ആക്കൽ പക്ക ആനാഹെ. ഞാൻ നാളെ എന്തായാലും വരും. മേക്കൽ പക്ക ആവുങ്കി. പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും. അപ്പൊ ഇതെല്ലാം സംസാരിക്കുമ്പോൾ പല രീതിയിൽ കേൾക്കും, പക്ഷെ ഒരർത്ഥമല്ല എല്ലായിടത്തും വരുന്നത്. അതുകൊണ്ടാണ് ഈ 2 വാക്കുകൾ ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ചെയ്തത്. മനസ്സിലായോ? അത്ര എളുപ്പമല്ല, കാരണം ഇതൊക്കെ സംസാരിച്ച് കേട്ടാണ് നിങ്ങൾ പഠിച്ചു വരുന്നത്. നമ്മൾ കേൾക്കുന്നവരില്ല, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സിൽ നിന്നും കൂടി ഞാൻ വീഡിയോസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കാരണം ഞാനൊരു എന്താ പറയുക ഫോർമാറ്റിൽ എല്ലാം പ്രിപ്പയർ ചെയ്ത് ചെയ്തതിന് ശേഷമാണ് ഞാൻ 60 days ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. എങ്കിൽ പോലും പലരുടെയും കമന്റിൽ നിന്ന് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇത്രയും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു വേർഡ് ആണല്ലോ, എന്നാ പിന്നെ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇടാം എന്ന് വിചാരിക്കുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.